മൂന്നാറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മൂന്നാറിന് നമ്മൾ കാണാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട്. നിസ്സഹായരായ കുറേയധികം ആളുകളുടെ ജീവിതം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റിലെ സെവൻമല ഡിവിഷനിലെ 50ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെളി നിറഞ്ഞ വെള്ളമാണ് കുടിക്കുന്നത്. തേയിലത്തോട്ടം തൊഴിലാളികളായ ഇവർ പലതവണ പരാതി നൽകിയിട്ടും എസ്റ്റേറ്റ് ഉടമകൾ നടപടി സ്വീകരിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടിയെത്തുന്നവർക്ക് നേരെ അവർ ചെളിവെള്ളം ഉയർത്തി നിസ്സഹായാവസ്ഥ തുറന്നുകാട്ടുകയാണ്. ചെളിവെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിനിടയിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാറിലെ സെവൻമലയിലാണ് നമ്മളുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന ചെളിവെള്ളം കുടിച്ചാണ് ഇവിടെയുള്ള 50ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇവിടേക്ക് ചെളിവെള്ളം, ഈ വെള്ളമൊക്കെ കാണിച്ചല്ലോ, അങ്ങനെ തന്നെ വെള്ളമൊക്കെ വരുന്നുണ്ട്. അത് ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തണ്ണിക്ക് ഭയങ്കര പാടാണ് ഇവിടെ. അവസ്ഥ ഇത് തണ്ണിയിട്ടില്ല. ഇവിടെ വന്ന് മഴ പെഞ്ചാലും ഇത് വെള്ളം தான் കുടിക്കുന്നത്. ഈ സെപ്റ്റി ടാങ്കി ഇവിടെ ഇഷ്ടം പോലെ വെള്ളം പോയി, மழை பெஞ்சோடனே வெள்ளம் போய் அது போல நிறைஞ்சிரும். இல்லை எல்லாம் இது லைன்ஸு அப்படியே பயங்கர மனம். சாப்பாடு எது செஞ்சாலும் குழம்பு எது வச்சாலும் இப்படித்தான் இருக்குது. முடியாதவங்க சோறு வந்து வைக்க முடியாது, അപ്പോൾ കേടായിരുത്. ഈ കാണുന്ന വെള്ളം എത്തിക്കുന്ന കിണർ കൂടി പ്രിയ പ്രേക്ഷകരെ കാണിച്ചു തരാം. ഈ കാണുന്ന വെള്ളം പമ്പ് ചെയ്തെത്തിക്കുന്ന കിണറാണ് ഈ കാണുന്നത്. കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നിക്കുന്ന വിധത്തിലുള്ള വെള്ളം. വോട്ട് തേടി എത്തുന്നവരോട് ഇവർക്ക് പറയുവാനുള്ളത് മണിമാളികകളോ രാജപദവികളോ വേണമെന്നല്ല, കുടിക്കാൻ ഒരു തുള്ളി ശുദ്ധജലം. അത് തരുന്നവർക്ക് വോട്ട് തരും, ഇല്ലെങ്കിൽ കടക്കുപുറത്തെന്ന് പറയും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷിൻ, റിപ്പോർട്ടർ ഇടുക്കി. കുടിവെള്ളത്തിന്റെ കാര്യമാണ്. ചെളി നിറഞ്ഞ വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലാണ്. ഒന്നല്ല, ഒരുപാട് കുടുംബങ്ങൾ. അവരുടെ കാര്യത്തിൽ അനുകൂലമായൊരു സമീപനം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന നിർദ്ദേശം കൂടി ഞങ്ങൾ ഈ റിപ്പോർട്ടിനൊപ്പം വെക്കുകയാണ്.